മാധ്യമ വക്താക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് PR ശിവശങ്കർ ഈ ലിസ്റ്റ് വന്നതിന് പിന്നാലെ പുറത്തുപോയി. പുതിയ ഭാരവാഹി പട്ടികയിൽ മുഖ്യ വക്താവാകും എന്ന് കരുതിയിരുന്ന നേതാവാണ് PR ശിവശങ്കർ. കോഴിക്കോട് നിന്നുള്ള TP ജയചന്ദ്രനാണ് BJPയുടെ മുഖ്യ വക്താവ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് വരികയാണ്. നാളെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം, അത് ഒപ്പം തന്നെ താഴെത്തട്ടിലുള്ള നേതാക്കളെ അമിത്ഷാ കാണുന്നുണ്ട്. അതിനു മുമ്പ് ഭാരവാഹികളെയൊക്കെ പ്രഖ്യാപിച്ച് അവരെ കൂടി ഒരു പുതിയ ടീമിനെ അമിത്ഷയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഈ പട്ടിക പുറത്തുവിട്ടതെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെയും ചില പടലപ്പിണക്കങ്ങൾ, കല്ലുകടികളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് പരിഹരിക്കാനുള്ള നീക്കമുണ്ടോ, അതോ അത് ഇങ്ങനെ തന്നെ തുടരുമോ? വിജയകുമാർ, ഇന്ന് തിടുക്കപ്പെട്ട ഈ പട്ടിക രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചതിന്റെ ഉദ്ദേശം അതൊന്നേ ഉള്ളൂ. അത് അമിത്ഷാ കേരളത്തിലേക്ക് എത്തുകയാണ്, തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. BJP ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ അമിത്ഷാ നിർവഹിക്കുകയാണ്. അത് മാത്രമല്ല, ഈ വാർഡ് തല നേതാക്കളെയും കാണുന്ന പരിപാടി, വലിയൊരു പരിപാടി പുത്തരിക്കണ്ടത്ത് നടത്തുന്നു. സംസ്ഥാന നേതൃയോഗം അതിനുശേഷം BJPയുടെ സംസ്ഥാന ആസ്ഥാനത്ത് നടക്കുന്നു. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ടീമിനെ, തന്റെ പുതിയ ടീമിനെ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. ആ പുതിയ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ നേരത്തെ നിലനിന്നിരുന്ന ചില വിവാദങ്ങൾ കൂടി തലവെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വി മുരളീധര, K സുരേന്ദ്ര പക്ഷത്തെ പൂർണ്ണമായി പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ നിന്ന് വെട്ടിനിരത്തുന്നു. PK കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കളെ കൂടുതലായി ഉൾപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആ പക്ഷത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തുന്നു. ഒപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തർ കൂടി ഈ ഭാരവാഹി പട്ടികയിൽ ഇടം പിടിക്കുന്നു. ഇതാണ് ആ പട്ടികയുടെ ഒരു ചുരുക്കരൂപം. ഈ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്ന P സുധീറും C കൃഷ്ണകുമാറും അവർ കടുത്ത വി മുരളീധര പക്ഷക്കാരായി കരുതിപ്പോരുന്ന നേതാക്കളാണ്. അവർ രണ്ടുപേരെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെട്ടി. അവരിപ്പോൾ വൈസ് പ്രസിഡന്റുമാരാണ് രണ്ടുപേർ. MT രമേശിനെ, PK കൃഷ്ണദാസ് വിഭാഗത്തെ പ്രധാനപ്പെട്ട നേതാവായ MT രമേശിനെ ആ സ്ഥാനത്ത് തന്നെ തുടരാൻ ഇദ്ദേഹം അനുവദിച്ചു, രാജീവ് ചന്ദ്രശേഖർ അനുവദിക്കുന്നു. ഒപ്പം ശോഭാ സുരേന്ദ്രനും ജനറൽ സെക്രട്ടറിയായി എത്തുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട നേതാക്കൾ ജനറൽ സെക്രട്ടറിമാരായി മാറുന്നു. 10 ഉപാധ്യക്ഷന്മാരുമായി 10 പേരുണ്ട് വൈസ് പ്രസിഡന്റുമാർ. അതിൽ പ്രധാനപ്പെട്ട മാറ്റം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, PC ജോർജിന്റെ മകനായ ഷോൺ ജോർജ്, അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തനാണ്. അദ്ദേഹം ഈ വൈസ് പ്രസിഡന്റായി മാറുന്നു. മുൻ DGP R ശ്രീലേഖയും ഈ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, അത് ഈ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S സുരേഷും അതുപോലെ അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരും അനുയായികളുമായി കരുതിപ്പോരുന്നവരാണ്. അത്തരത്തിൽ പൂർണ്ണമായി ആ വിഭാഗങ്ങൾ അത് കൈയടക്കിയെന്നാണ് വി മുരളീധര പക്ഷത്തിന്റെയും K സുരേന്ദ്ര പക്ഷത്തിന്റെയും ആരോപണം. അത് അടുത്ത ദിവസങ്ങൾ പാർട്ടിയിൽ ഏത് വിധത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം. അമിത്ഷാ ഇന്ന് എത്തുകയാണ്. 10 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നത്. അതല്പം ലേറ്റ് ആകും. 12:30 മണിയോടുകൂടി ആയിരിക്കും അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് എത്തുക. ഇന്ന് അദ്ദേഹം വിശ്രമിക്കും. നാളെ ആയിരിക്കും ഈ നേതൃയോഗത്തിലും മറ്റു പരിപാടികളുമൊക്കെ അദ്ദേഹം പങ്കെടുക്കുക. പക്ഷേ അമിത്ഷായുടെ മുന്നിൽ ഈ നേതൃയോഗത്തിലൊന്നും ഈ ഭിന്നത, നേതാക്കളുടെ ഭിന്നത അമിത്ഷായുടെ മുന്നിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിനുശേഷം ഈ ഭിന്നത മറനീക്കി പുറത്തു വരും. ഈ കടുത്ത ഭിന്നത വി മുരളീധര, K സുരേന്ദ്ര പക്ഷത്തിന് നിലനിൽക്കുമ്പോഴും ഈ രാജീവ് ചന്ദ്രശേഖറുമായി അടുപ്പമുള്ള നേതാക്കൾക്കും ഈ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അതിലേറ്റവും ഒടുവിലായി വന്നത് PR ശിവശങ്കറിന്റെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയ സംഭവമാണ്. PR ശിവശങ്കർ രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിനെ അനുകൂലിക്കുന്ന വിഭാഗമാണ്. അതുപോലെ മാധ്യമ വക്താവ് കൂടിയാണ് അദ്ദേഹം. ഈ പാനലിൽ നിന്ന് അദ്ദേഹം സംസ്ഥാന മുഖ്യ വക്താവായി നിയമിക്കപ്പെടും എന്നൊരു വിഭാഗം, അല്ലെങ്കിൽ PR ശിവശങ്കറുമായി അടുത്തു നിന്ന ഒരു വിഭാഗം ആളുകൾ കരുതിയിരുന്നു. പക്ഷേ അവിടെ നിയമിച്ചത് മറ്റൊരാളെയാണ്. സ്വാഭാവികമായുള്ള അതൃപ്തി ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കാൻ കാരണമായി. അതുമാത്രമല്ല വിജയകുമാർ, സാമുദായിക സന്തുലനം പാലിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ BJP ഭാരവാഹി പട്ടികയിൽ ഉയരാൻ പ്രധാനപ്പെട്ട കാരണമായി വരിക. 50% ഈഴവ നേതാക്കൾ ഉണ്ടായിരുന്നിടത്ത് എത്ര പേർ ഇപ്പോൾ ഈഴവ നേതാക്കളായി ഭാരവാഹി പട്ടികയിലുണ്ട്? നായർ സമുദായത്തിൽ നിന്ന് എത്ര പേരുണ്ട്? മറ്റു ന്യൂനപക്ഷങ്ങളിൽ നിന്ന് എത്ര പേരുണ്ട്? വനിതാ യുവപ്രാതിനിധ്യം എത്രമാത്രം? തുടങ്ങിയ ചോദ്യങ്ങൾ സ്വാഭാവികമായി മുതിർന്ന നേതാക്കളും. ശരി അലക്സ്, എന്തായാലും നാളെ അമിത്ഷാ പങ്കെടുക്കുന്ന നേതൃയോഗമുണ്ട്. ആ യോഗത്തിൽ ഈ പരാതിയുള്ളവർ അത് ഉന്നയിക്കുമോ, അതോ അതിനുശേഷം ഈ പരാതി നേതൃത്വത്തെ അറിയിക്കാനായി കാത്തിരിക്കുമോ എന്നറിയില്ല. എന്തായാലും അമിത്ഷായുടെ നാളത്തെ യോഗങ്ങൾ പ്രധാനപ്പെട്ടതാണ് BJPയെ സംബന്ധിച്ച്. പരാതിയുള്ളവർ ഒരു പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ തന്നെ ആ പരാതി അറിയിക്കാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ അത് എത്രത്തോളം വിജയിക്കുമെന്നും അറിയില്ല. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.